ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ചമ്മന്തിയാണേ. നമുക്ക് ചോറിനും ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണേ. 5 മിനിറ്റ് പോലും വേണ്ട. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ആ സമയത്തിനുള്ളിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. വെറൈറ്റിയാണേ ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചെയ്ത് കാണിക്കാം. നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചീനിച്ചട്ടി ചൂടായ നമ്മൾ ആദ്യം 4-5 പപ്പടം കാച്ചി എടുക്കാൻ പോവാണേ. നമ്മൾ ഈ രീതിക്ക് ഒരു ചമ്മന്തി പപ്പടം കാച്ചി പപ്പടം കൊണ്ടുള്ള ഒരു ചമ്മന്തി നമ്മൾ തയ്യാറാക്കിയായിരുന്നു. പക്ഷേ അത് തേങ്ങ വെച്ച് നമ്മൾ ചെയ്ത ചമ്മന്തിയായിരുന്നു. ഇത് വേറൊരു രീതിക്കാണ് ചെയ്യാൻ പോകുന്നത്. അതിനകത്തിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുന്നേ. പപ്പടം ഒന്ന് കാച്ചി എടുക്കട്ടെ. ഇത് 4-5 പപ്പടം നമുക്ക് കാച്ചി എടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ചോറിൻ്റെ കൂടെ ദോശയുടെ കൂടെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത്. എണ്ണ ചൂടായേ. ഈ പപ്പടം ഒന്ന് കാച്ചി എടുത്തിട്ട് നമുക്ക് ചെയ്യാം ഇത്. നമ്മളിതിനി ഈ എണ്ണയിലോട്ട് ഉള്ളി ഇടുവാണേ. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കട്ടെ. ഉള്ളി ഈ പിന്നെ 4-5 മുളക് കൂടി ഇടുവാണേ. പിരിയമുളകാണ് എടുത്തേക്കുന്നത്. നമ്മൾ എരിവ് കുറവുള്ള മുളക്. ഇതൊന്ന് മൂക്കട്ടെ. നല്ല ടേസ്റ്റാണ് ഇത്. നിങ്ങളും ചെയ്ത് നോക്കണം. നമ്മൾ പപ്പടം കൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ചോറിനും നമ്മുടെ ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നല്ലതാണ് ഇത് കഴിക്കാൻ. ഇത് വഴന്നേ. ഉള്ളി വഴന്നിട്ടുണ്ട്. നമുക്ക് കോരാം ഇനി അങ്ങ്. മുളക് ശകലം കൂടെ മൂക്കാനുണ്ടായിരുന്നേ. മുളക് മൂത്തിട്ടുണ്ട്. മുളക് കൂടെ കോരാന്ന്. ഈ മുളകിന് പിരിയമുളകെന്ന് പറയും, ചരടൻ മുളകെന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ രീതിയല്ല പറയുന്നത്. നമ്മളിതിൽ ഈ ജാറിലോട്ട് ഇടുവാണേ. ഇതൊന്ന് നമ്മൾ അരയ്ക്കാൻ പോവാണേ. ഇതിനകത്തോട്ട് നമ്മൾ പുളി കുതിരാൻ വെച്ചതാണ്. അപ്പോൾ അരഞ്ഞ് കിട്ടുമല്ലോ. പുളി ഇടുവാണേ. കുറച്ച് ഉപ്പിടുന്നേ. ഒത്തിരി ഇടുന്നില്ല, കുറച്ചേ ഇടുന്നുള്ളൂ. നമ്മൾ പപ്പടത്തിന് ഉപ്പുണ്ടല്ലോ. എന്നാൽ അരച്ചോണ്ട് വരട്ടെ ഇത്. നമ്മൾ അരച്ചോണ്ട് വന്നേ. മുളക് ഉള്ളി എല്ലാം കൂടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുളിയും കൂടെ. ഈ പപ്പടം ഒന്ന് പൊടിക്കുവാണേ. എല്ലായിടവും തെറിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സൂപ്പറാണ്. ഞാനൊരു 4-5 പപ്പടം എടുത്തിട്ടുണ്ട്. ഞാൻ 5 പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഈ മുളക് കൂടെ ഇത് ചേർക്കുക. ഇതൊന്ന് കൂട്ടി ഇളക്കാമേ. കൈ കൊണ്ട് ഇളക്കുക ഒന്നുകൂടെ നല്ല, എല്ലായിടവും മിക്സ് ആകുമല്ലോ. നമ്മളിതൊന്ന് മിക്സ് ആക്കുവാണേ. ഇതിലോട്ട് നമ്മൾ ഈ പപ്പടം കാച്ചിയത്തിലെ എണ്ണ ഒഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ എണ്ണ ഒഴിച്ചാൽ നമ്മൾ മറ്റേ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊന്ന് ഇളക്കാമേ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എൻ്റെ
നാവി വെള്ളം വരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് പിന്നെ ദോശയ്ക്കോ ഇഡലിക്കോ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ചോറിനൊക്കെ സത്യത്തിൽ വേറെ കറിയൊന്നും നമുക്ക് വേണമെന്ന് തോന്നത്തില്ല. നമ്മൾ എപ്പോഴും കറി കൂട്ടിയല്ലേ കഴിക്കുന്നത്. ഇതൊക്കെ ഒന്നൊരു വേറെ വെറൈറ്റി അല്ലയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റാണേ. ഒന്ന് നോക്കണേ. ഇച്ചിരി എണ്ണ ഒഴിക്കുക. നമ്മൾ പറഞ്ഞില്ലേ, വെളിച്ചെണ്ണ ഒഴിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ഈ പപ്പടം കാച്ചിയ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ഞാനിതിവിടെ കുറച്ചേ ചെയ്തിട്ടുള്ളേ. നമുക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് അംഗങ്ങൾ കുറവായതുകൊണ്ട് ആൾക്കാർ കൂടുതലുള്ളവർ അതിനനുസരിച്ച് എടുത്ത് ചെയ്തോണേ. ഞാനിത് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇടയ്ക്കൊരു സൗണ്ട് കയറി വരുന്നുണ്ട്. അപ്പുറത്തൊരു പണി നടക്കുന്നുണ്ട്. അതിൻ്റെ സൗണ്ട് കയറി വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.